ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ ഒരാളെ ഇന്ന് മീറ്റ് ചെയ്യാൻ കൂടിയാണ് വന്നിട്ടുള്ളത്. ആരാണെന്ന് എനിക്ക് കാണിച്ചത്. ഇതാരാ വന്നോട്ടെ ഗൈസ്, ഇതാ നിങ്ങളുടെ ബിഗ് ബോസ് വിന്നർ. അതെ ഹായ് ഗൈസ്. മസ്താനിയും വ്ലോഗ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മസ്താനി കുറച്ച് സ്പേസ് കൊടുക്കട്ടെ. അതെ അതെ ഓക്കെ ഗൈസ്, ആക്ച്വലി കുറേ ദിവസത്തിന് ശേഷം കണ്ടു. അയ്യോ, ഞാൻ ടോപ്പിക്ക് ഇങ്ങനെ കൊടുക്കാം. അയ്യോ, പക്ഷെ എന്തുണ്ട് വിശേഷം? കഴിച്ചോ? കഴിച്ചു. എന്ത് കഴിച്ചു? രാവിലെ കഴിച്ചു. നല്ല ചുരിദാർ കൊള്ളാമല്ലോ, നല്ല ഡ്രസ് എടുത്തോ. ഇഷ്ടമായി. ലിപ്സ്റ്റിക് അതങ്ങനെ പെൺപിള്ളേർക്ക് ഉമ്മോക്കാൻ പറ്റില്ല. അപ്പൊ ലിപ്സ്റ്റിക് സ്നേഹം നോക്കി. എന്തുണ്ട് സുഖമാകുമ്പോ കുറച്ചുകൂടെ വെട്ടമുണ്ട്. ഈ ഐഫോണിന്റെ പ്രശ്നം ഇല്ല, വെട്ടമില്ല. സത്യമാണ്. എപ്പോഴും വിചാരിക്കും. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് എങ്ങനെ പോകുന്നു ബിഗ് ബോസ് വിന്നറായിട്ട്? നന്നായിട്ട് പോണു. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം കാണുന്നുണ്ട്. ഫുൾ ബിസിയാണ്. കൊറേ വിശേഷങ്ങൾ പറയാനുണ്ട്. കുറച്ച് വിശേഷം പറയട്ടെ ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. പിന്നെ അതുകൂടാതെ തന്നെ ബിഗ് ബോസിന് വന്നതിന് ശേഷം അല്ലെ ഇറങ്ങിയ ശേഷം ഇപ്പോഴാണ് ശരിക്കും കാണുന്നത്. പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ പോയി. എനിക്കന്ന് ഏഷ്യനെറ്റിന്റെ പ്രോഗ്രാം ആയിരുന്നു. ആ ടൈമിൽ ഞാൻ ലേറ്റ് 10 ഷൂട്ട് കഴിഞ്ഞപ്പോ പിന്നെ അവളും പോയി, ഞാനും പോയി. പിന്നെ വിചാരിച്ചു ഞാൻ അടുത്ത് ഇനി കൊച്ചിയിൽ വരുമ്പോ കാണാന്ന്. അതെ അതെ വിശേഷം പറയാനുണ്ടോ? അതെ അതെ അതെ. പിന്നെ ഗോസിപ്പ് മാത്രമല്ല, പിന്നെ നമുക്ക് കുറെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അത് നമ്മൾ ബിഗ് ബോസിൽ വന്നപ്പോ നമ്മൾ അധികം മിണ്ടും, പക്ഷെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ആണോ കണ്ടു കമന്റ്. താങ്ക് യു ഇഷ്ടമാണ്. ഐ ലൈക്ക് ഗോലസ്ത്രീ. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ എന്തുവാ പിന്നെയാണ് മസ്താനി പോയപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഞാൻ അവിടെ പറയുകയും ചെയ്തു. ആണോ, എന്നെ ഒത്തിരി പേര് കളിയാക്കി. എന്തിനാ കളിയാക്കില്ല, അത് അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫുൾ ബ്ലാങ്ക് ഇരുട്ടായിരുന്നു. അതെ, അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും പുറമെ നോക്കുമ്പോ എല്ലാരും കുറെ പേരുടെ തെറ്റിദ്ധാരണകളാണ്. ആർക്കും അറിയാത്തത് കൊണ്ടായിരിക്കും. ഇപ്പം പുള്ളിക്കാരി പോകുന്ന ടൈമിൽ നമ്മളിപ്പം ആര് പുറത്ത് പോയാലും നമ്മൾ ഹഗ് ചെയ്ത് വിടാറുണ്ട്. അത് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതല്ല. നമ്മൾ ഉള്ളിലൊരു വിഷമം, കാരണം എല്ലാവരും 100 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് അല്ലേ മസ്താനി. ആ ഒരു ഉദ്ദേശത്തോട് വരുമ്പോൾ ആരാണെങ്കിലും എവിക്റ്റായി പോകുമ്പോൾ എനിക്ക് ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാവും. അപ്പം മസ്താനി ഞാനും അത്ര അല്ലായിരുന്നു. പക്ഷെ മസ്താനി പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടായി. മസ്താനി തന്നെ ആര് പോയാലും എനിക്ക് വിഷമം ഉണ്ടാവും. അപ്പം മസ്താനി ഹഗ് ചെയ്യാൻ വേണ്ടി പോയപ്പോ മസ്താനി ഹഗ് ചെയ്തു കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് മസ്താനി പോയപ്പോഴാണ് ബാക്കിൽ നിന്ന് ആരെയൊക്കെ ചിരിച്ചു കളിച്ച് വിട്ടത്. അതല്ല കോമഡി. ഷാനവാസ് പറയാ, നീ ഡാൻസ് കളിച്ച പോലെ ഞങ്ങളൊന്നും ചെയ്യൂല എന്ന് പറയുമ്പോ തന്നെ ആരുണ്ടോ ഡാൻസ്. അപ്പം ഞാനപ്പം എനിക്കത് നെഗായിട്ട് തോന്നി. കാരണം നീ ഓക്കെ, നമ്മൾ അപ്പാനി പോയപ്പോൾ ഡാൻസ് ചെയ്തു, ശരിയാണ്. നീ ഡാൻസ് അല്ല, നീ കൈ കൊട്ടി ചിരിച്ചു താങ്ക്സ് ഒക്കെ പറഞ്ഞു, അത് തെറ്റില്ല. പക്ഷെ നീ പോയപ്പോൾ വേറൊരാള് അങ്ങനെ കാണിക്കുന്നത്, വേറെ നല്ല ഞാൻ കാണിക്കുന്നത് എനിക്ക് നെഗാടാൻ തോന്നിയത്. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയണേ. അപ്പം കാരണം നമ്മളെല്ലാവരും ആ വീട്ടിൽ നിന്ന് പോവേണ്ടവരാണ് എപ്പോഴാണെങ്കിലും. അതുകൊണ്ട് നമ്മൾ ആരെയും അങ്ങനെ കളിയാക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ അവിടെ പറയുകയും ചെയ്തു. അതിന്റെ പേരിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ഞാൻ കുറച്ച് പേരായിട്ടൊക്കെ. അപ്പൊ എല്ലാവരും പറഞ്ഞു നീ എന്താ മസ്താനിയുടെ ഇതാണോ, മസ്താനിയുടെ കൂടെയാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇഷ്യൂസ് ആയി. ഞാൻ ഗെയിം കളിക്കാൻ വന്ന ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ എവിടെയാണെങ്കിലും പറയും, പേഴ്സണലി എന്താണെങ്കിലും. അപ്പം പിന്നെ മസ്താനി വന്നപ്പോ മസ്താനി കണ്ണു നിറഞ്ഞാണ് വന്നത് എൻ്റെക്ക്. അപ്പൊ എനിക്കറിയില്ല മസ്താനി പുറത്ത് എന്താണെന്നോ നെഗാണോ പോസിറ്റീവ് ആണോ എനിക്കറിയില്ലല്ലോ. മസ്താനി വന്നപ്പോൾ എനിക്ക് കാര്യങ്ങൾ അപ്പോഴാണ് അറിയുന്നത് ഫുൾ സൈബർ ബുള്ളിങ് ആണെന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഇതിപ്പോ മസ്താനിക്ക് മാത്രമല്ല ഈ ഇൻഡസ്ട്രിയിലും ഈ ഒരു ഫീൽഡിലുള്ള എല്ലാവർക്കും കിട്ടുന്നതാണ് ഇങ്ങനെയുള്ളത്. അത് അനുഭവിക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ അതിന്റെ വേദന എന്താന്നുള്ളത്. എനിക്കിതൊരു കിട്ടിയിട്ടില്ല. ഇപ്പൊ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ കമന്റ് ഒക്കെ കിട്ടുന്നത് അത് മൈൻഡില്ല. ഞാൻ ഹാപ്പിയാണ്. അപ്പം മസ്താനി വന്നപ്പോൾ ഞാൻ മസ്താനിയുടെ കുറെ നേരം ഞാൻ മസ്താനി ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. മസ്താനി കുറെ പേര് പറഞ്ഞു, അബിയും ഒന്നിലും എല്ലാവരും പറഞ്ഞു മസ്താനി പുറത്ത് ഭയങ്കര നെഗാണ്, പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്.
അപ്പം ഞാൻ ചിന്തിച്ചു മസ്താനി അവിടെ എന്താ ചെയ്തതെന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ മസ്താനി അതിനകത്ത് എന്ത് തെറ്റാ ചെയ്തത് തെറ്റെന്ന് പറഞ്ഞാൽ ചിരിച്ചു കൈകൊട്ടി അതാണ്. പിന്നെ നമ്മുടെ അപ്പാനിട്ടുള്ള ഇത്. പക്ഷെ അതിനു മുമ്പ് ഒരു വലിയൊരു ഇഷ്യൂ നടന്നു, അത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് സാരമില്ല, അത് കുറെ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. അവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് മസ്താനിക്ക് ദേഷ്യം വന്ന് മസ്താനി ട്രിഗർ ആയതും അവിടെ മസ്താനി തിരിച്ചു കൊടുത്തതും അപ്പാനായിട്ടുള്ള ഇഷ്യൂ. അത് പറഞ്ഞ് തീർത്തല്ലോ, തീർത്തു, അത് ഹാപ്പിയായി, അത് നല്ല കാര്യമാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ മസ്താനത്ത് അന്ന് എന്താ പറഞ്ഞത്, നീ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അതല്ല, അത് അപ്പാനായിട്ട് സംസാരിക്കുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിന്നെ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ നിന്നെ പോസിറ്റീവ് പറയുന്നു പറഞ്ഞില്ലേ ഞാൻ, ഇല്ലേ? അപ്പൊ ഇവള് ബിഗ് ബോസിൽ വന്നപ്പോ ഇവള് എന്നോട് പറയല്ലേ ഇവക്ക് പോണം ഇവക്ക് ഇഷ്ടമില്ല ഇവിടെ നിൽക്കുന്നത്, ഇവക്ക് ഇപ്പൊ തന്നെ പോകണം. ഇവള് ഫുൾ കരച്ചിലായിരുന്നു, ഫുൾ ടൈം കരച്ചിലായിരുന്നു. ഇതിനൊന്നും ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടി എടുത്ത സമയം എന്റെ അമ്മ സത്യം. എന്റെ അനിയത്തി പറയും, നമ്മള് നൈറ്റ് ഞാൻ സംസാരിച്ചിട്ട് നീ തലയിൽ ഇങ്ങനെ കാണിക്കുന്ന അവള് പറഞ്ഞു അനുമോള് തലയിൽ മറ്റു മാതാവിനൊക്കെ അത് കാരണം ഇവള് ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ ഞാൻ പല ആൾക്കാരുടെയും സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ ഞാൻ അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം ആ സിറ്റുവേഷൻ എനിക്ക് ഞാനാണ് അനുഭവിക്കുക, അല്ലെങ്കിൽ എനിക്കാണ് കിട്ടിയിരുന്നെങ്കിലും ചിന്തിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ സത്യം പറയല്ലോ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് പറ്റത്തില്ല. അപ്പം ആണല്ലേ, അതെല്ലാരും വിചാരിച്ചു പോവൂടാ, അത് പോട്ടെ, ദൈവം ഉള്ളതുകൊണ്ടാട്ടോ. അപ്പൊ എന്തായാലും മസ്താനി ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. എന്താ പറയണ്ടേ, എനിക്കറിയായിരുന്നു മസ്താനിയെ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ പോസിറ്റീവ് പറയും. കാരണം മനുഷ്യരെന്ന് പറയുമ്പോൾ ശുദ്ധരാണ്, നന്മയുള്ളവരാണ്. എല്ലാവർക്കും ഈ പറയുന്ന നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി കണ്ട എല്ലാവരും നല്ലതെന്ന് പറയും, ഇപ്പം മോശം കണ്ട ആൾക്കാർ മോശം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഇപ്പം മസ്താനി അവിടെ 2-3 ദിവസം നിന്നപ്പോൾ തന്നെ എല്ലാവർക്കും മസ്താനിയെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ മസ്താനിക്ക് കൊടുത്തൊരു വാക്കാണ്, മസ്താനി നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നീ ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോവുക, ചിരിച്ചുകൊണ്ട് നീ പോകുന്നു. എനിക്കറിയായിരുന്നു, കാരണം നടക്കാൻ പോകുന്ന കാര്യം എനിക്ക് നേരെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു സെൻസ് ഉണ്ട് എനിക്ക്. അപ്പം മസ്താനി ഞാൻ കൊടുത്ത വാക്ക്, മസ്താനി ഇല്ല ഞാൻ ഒരു ദിവസത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി വന്നതൊക്കെ മസ്താനി പറഞ്ഞു. പക്ഷെ മസ്താനി ഓക്കെ ആവുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് മസ്താനി കൂടെ ഫുൾ ടൈം ഞാൻ നിന്നത്. ഇപ്പൊ ഓക്കെ ആയി. മസ്താനിക്ക് ഇപ്പൊ എന്ത് സപ്പോർട്ടാ പുറത്ത്, മസ്താനിക്ക് എത്ര ലൈക്ക് ആവുന്നു. ഞാനിപ്പോ സോഷ്യൽ മീഡിയ തുറക്കുമ്പോ ഇത്രയും സപ്പോർട്ട് ആണെന്ന് ഞാൻ ആരായിട്ടോ കുറച്ച് മസ്താനിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേയും വന്നതിന് ശേഷവും ഇപ്പൊ എനിക്കൊരു റീ എൻട്രിക്ക് വന്നതിന് ശേഷം മസ്താനിക്ക് ഇത്രയും സപ്പോർട്ടും ഫാൻസും കൂടിയതല്ലേ. മോളെ ഞാനൊരു കാര്യം പറഞ്ഞാട്ടെ, എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്ക് ദൈവം എപ്പോഴും സന്തോഷം തരത്തില്ല, നമുക്ക് ഒരുപാട് സങ്കടവും ദുഃഖവും തരും. നമുക്ക് വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരെ നമ്മൾ എത്തും. ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ പോലും നമ്മൾ വിചാരിക്കും, നമ്മൾ എന്താ ചിന്തിക്കണമെന്ന് അറിയാമോ, നമുക്ക് എന്തോ വലുത് നല്ലത് വരാതിരിക്കുന്നതെന്ന്. നിനക്ക് എന്റെ സിറ്റുവേഷൻ അറിയാമല്ലോ, ഞാൻ എങ്ങനെയൊക്കെ നിന്നതും അനുഭവിച്ചതും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കാര്യം. അപ്പൊ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ദൈവം എന്തോ വലുത് വരാനിരിക്കുന്നു അല്ലെങ്കിൽ തരാനിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പല സ്ഥലത്ത് ഞാൻ കണ്ണടച്ച് കളയുന്നത്, ഞാൻ സൈലന്റ് ആവുന്നത്. അപ്പൊ സൈലൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് ആക്ച്വലി സൈലൻസിന്റെ പവർ എനിക്ക് മനസ്സിലാക്കി തന്നത് ഇവളാണ്. പല സിറ്റുവേഷനിലും അവിടെ പല വ്യക്തികളും ഇവിടെ ട്രിഗർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെ അതിന് എന്തെങ്കിലും വീഴാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ ചുരണ്ടുന്നു. ഇവളെന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് അന്ന് ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചിട്ടില്ലേ, ഭയങ്കര പവർഫുൾ പിടുത്തം. എന്നിട്ട് അതിൽ നിന്ന് ഇവള് പറഞ്ഞു എനിക്ക് പേടിയായി ഇവള് എന്തെങ്കിലും പറയൂന്ന്. കാരണം ഇവക്ക് ഇങ്ങനെ വരുമോ പറയാനായിട്ട്, മിണ്ടാതിരുന്നത് കൊണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാ അനുമോളാണ് എന്നെ പഠിപ്പിച്ചത് സൈലൻസിന്റെ. അതിന് എല്ലാവരും നമുക്ക് 2 കൈ കൊണ്ട് കൂട്ടിയടിച്ചാൽ മാത്രമേ നമുക്ക് ശബ്ദം ഉണ്ടാവുള്ളൂ എന്ന് എപ്പോഴും ഓർക്കുക. അപ്പൊ ഒരു കൈ കൊണ്ട് അടിക്കാൻ വേണ്ടി വന്ന മറ്റൊരു കൈ കൂടെ വേണ്ടേ, എന്നാലാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പൊ അത്രയും മാത്രം മനസ്സിലാക്കുക, നമ്മൾ മിണ്ടാതിരിക്കുക, സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി, ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പൊ ഹാപ്പി അല്ലേ കുട്ടാ നീ? അതെ തന്നെ, നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായില്ല, അന്ന് വന്നിട്ട് മിസ്സായി. അപ്പൊ ഞാൻ ഇനി എപ്പോ വരും, പിന്നെ എനിക്ക് അറിയാം ഇനി കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച 2-3 പേരിലെ ഒരാളാണ് മസ്താനി. മസ്താനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് മസ്താനെ കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് മസ്താനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. കുറെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്, അത് പുറത്ത് വിടാൻ പറ്റാത്ത കുറെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറെ ഗോസിപ്പുകളുണ്ട്. അതെ, അതൊക്കെ ഞാനും മസ്താനികളെ ഡിസ്കസ് ചെയ്തിട്ട്
ഇവിടെ ഇപ്പൊ ക്യാമറ ഇല്ല, മൈക്കില്ല, ഒന്നുമില്ല, നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. കുറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ, അല്ലാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഹാപ്പിനെസ് ഒക്കെ അതെ, ഒരുപാടുണ്ട്. അപ്പം ഓക്കെ ബൈ. നമ്മളിപ്പോ എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കണം, മസ്താനി. ഞാൻ മസ്താനി ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ളായിരുന്നു. എനിക്കങ്ങനെ പിന്നെ ഇന്റർവ്യൂ, ഞാൻ മസ്താനി വലിയൊരു ഫാനും കൂടിയാണ്, നല്ലൊരു ആങ്കർ കൂടിയാണ് കേട്ടോ. ഒരു ദിവസം എന്നെ ഇന്റർവ്യൂ ചെയ്യണം, ഇപ്പോഴൊന്നുമല്ല, കുറച്ചുനാൾ കഴിഞ്ഞിട്ട്. ഞാൻ ഇപ്പൊ ആർക്കും ഇന്റർവ്യൂ കൊടുക്കുന്നില്ല, നിന്റെ ചാനൽ. അപ്പൊ ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ ഞാൻ മസ്താനിക്ക് ഞാൻ കൊടുക്കും. അപ്പൊ ഓക്കെ ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മസ്താനി ഞാനും കുറച്ച് വിശേഷങ്ങൾ പറയട്ടെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പോവാണ്. അപ്പോൾ താങ്ക് യു, ബൈ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. എവിടെ? ഒരു കഫേയിൽ ഞങ്ങളുടെ കൂടെയുള്ള എക്സ്ക്ലൂസീവ് കളക്ഷനെ കാണിക്കും. അന്ന് കേറിയില്ലേ? അനുമോളുടെ ഫാൻസിനെ കൊണ്ട് ഇവിടെ മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞങ്ങൾ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ വിൻഡോ ഷോപ്പിങ്ങിന് ഇറങ്ങും, എന്നിട്ട് എന്തെങ്കിലും വാങ്ങോ? ഇല്ല. ഫോറമോൾ എല്ലാ കടയിൽ ഈ കുട്ടി കയറി ഇതൊന്നും ഇഷ്ടമാവുന്നില്ല. ഇഷ്ടാവാനല്ല, വേറൊരു പണിയില്ല, ഇങ്ങനെ നടക്കാം. കഴിച്ച ഭക്ഷണം ഒന്ന് കഴിക്കണം. അതെ, എക്സസൈസ്. അതെ, അതിന് വേണ്ടി നടക്കും.